ഹായ് ഫ്രണ്ട്സ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതുപോലെ തന്നെ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ്, ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അതിന്റെ പരീക്ഷ നമ്മൾ പ്രതീക്ഷയേക്കാളും നേരത്തെ എത്തിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ, അതായത് 2026 ഫെബ്രുവരിയിൽ ഈ പരീക്ഷ നടക്കും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. എക്സാക്ട് ഡേറ്റ് ഫെബ്രുവരി 28-നാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഫെബ്രുവരി 28-നാണ് ഈ പറഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, എന്താണ് നമ്മുടെ വില്ലേജ് ആൻഡ് ഖാദി ബോർഡ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ KS കാർഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ്, ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ഫെബ്രുവരി 28-ന് കോമൺ എക്സാം ആണ്. രണ്ടിനും സെയിം സിലബസ്, ഒരേ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കോമൺ എക്സാം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരുപാട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും കോപ്പറേറ്റീവ് രംഗത്ത് പഠിക്കുന്ന, കോപ്പറേഷൻ രംഗത്ത് PSC ജോലി നോക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗവൺമെന്റ് സർവീസിൽ കയറാനായിട്ട്. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. നേരത്തെ പഠിക്കുക. ഫെബ്രുവരി 28 എന്ന് പറഞ്ഞ ഒരു 3 മാസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതി നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കും. ഇനി സിലബസ് എന്താണ്, എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ മുൻപുള്ള സിലബസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50 മാർക്കിന്റെ കോപ്പറേഷനിലുള്ള ടോപ്പിക്കുകൾ, 40 മാർക്ക് ബാങ്കിങ്, 10 മാർക്ക് കമ്പ്യൂട്ടർ, IT ആൻഡ് സൈബർ ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ കോപ്പറേഷനിൽ 50 മാർക്ക്, അതെന്തൊക്കെയാണ്? 10 മൊഡ്യൂളുണ്ട്. 5 മാർക്കിന്റെ വീതമുള്ള 10 മൊഡ്യൂളുകൾ. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഇതൊക്കെ നോർമലി CSEB ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കായിട്ട് കോപ്പറേറ്റീവ് മേഖലയിൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ദെൻ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതിന് 7 മാർക്ക്. മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, 5 മാർക്കുണ്ട്. ദെൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്, അതിനും 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതിനും 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതിന് 5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോഴ്സസ് ഓഫ് ഫണ്ട്സ് 5 മാർക്ക്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതിന് 6 മാർക്ക്. അങ്ങനെ 9 മൊഡ്യൂളാണ്. ചിലതിന് 5 മാർക്ക്, ചിലതിന് 6, ചിലതിന് 7, അങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ CSEB പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്നതാണ്. അതൊരു PSCയുടെ ലെവലിലേക്ക്, PSCയുടെ PYQ ഉൾപ്പെടെ നോക്കിയിട്ട് അതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ബാങ്കിങ് ആണ് 40 മാർക്കിനുള്ളത്. ഏതൊക്കെയാണ് ബാങ്കിങ്ങിന്റെ 40 മാർക്കിന്റെ ടോപ്പിക്കുകൾ? കൊമേഴ്ഷ്യൽ ബാങ്കിങ് 4 മാർക്ക്, സെൻട്രൽ ബാങ്കിങ് RBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് 4 മാർക്ക്. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അതിന് 4 മാർക്ക്. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ, അതിനും 4 മാർക്ക്. ദെൻ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, അതിന് 4 മാർക്കുണ്ട്. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ബാങ്കിങ്ങിലെ വിവിധ പ്രാക്ടീസസ്, അതിനും 4 മാർക്കുണ്ട്. ദെൻ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, അത് 4 മാർക്കിന് നമുക്ക് പഠിക്കാനുണ്ട്. അഗ്രികൾച്ചറൽ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക് 4 മാർക്ക്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, നമ്മുടെ നെഫ്റ്റ്, IMPS തുടങ്ങിയ കാര്യങ്ങൾ 4 മാർക്ക്. ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങും 4 മാർക്ക്. ഇതിങ്ങനെയാണ് 40 മാർക്ക് ബാങ്കിങ്ങിൽ നിന്ന് വരുന്നത്. ബാക്കി 10 മാർക്ക് എന്താണ്? കമ്പ്യൂട്ടർ ലിറ്ററസി ആണ്. അതായത് IT ആൻഡ് സൈബർ ലോ. നമ്മൾ യൂഷ്വലി PSCക്ക്, ജനറൽ PSCക്ക് ഒക്കെ പഠിക്കുന്ന അതേ കാര്യങ്ങളാണ്. IT-യുമായി ബന്ധപ്പെട്ട ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, അങ്ങനെയുള്ള സൈബർ ക്രൈംസ്, സൈബർ ലോസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സിലബസ്. നിങ്ങൾക്ക് കൃത്യമായ ഒരു സിലബസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനിയുള്ള 3 മാസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്കോർ നേടുകയും സർക്കാർ ജോലി നേടാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+ നിങ്ങൾക്കൊപ്പമുണ്ട്. I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.